വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഈസി ആയിട്ടുള്ള ഒരു കുക്കർ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ട്രൈ ചെയ്യുന്നത്. കുക്കർ ചൂടാക്കി ഓയിൽ ഒഴിച്ച് ഓയിൽ സ്പൈസസും ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം 2 സവാള അരിഞ്ഞതും ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും ക്യുമിൻ പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് ഒരു തക്കാളി അരിഞ്ഞതും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കുറച്ച് തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി കുക്കർ മൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്താൽ മതിയാവും. ഒരു വിസിൽ വന്നതിന് ശേഷം ആവി ഫുള്ളായിട്ട് കളഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അരി ആയാലും ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ അരിയും ചിക്കനും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിന് ഉപ്പും 1 നാരങ്ങയുടെ പകുതി നീരും ചേർത്ത് കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഇതിൽ ആവി ഫുള്ളായിട്ട് പോകണം. ഇത് കഴിഞ്ഞൊരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് കുക്കർ ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കും. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇത്. നമുക്ക് പെട്ടെന്ന് ബിരിയാണി തിന്നാനുള്ളൊരു പൂതി വരുമ്പോഴോ അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോഴോ നമുക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.